ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലസിത പാലക്കൽ അമ്മായി ഒരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. ഈ ഇലക്ഷൻ്റെ ടൈമിൽ അവർ കണ്ണൂർ ജില്ലയിൽ മത്സരിക്കുകയും ആ സമയത്ത് കുറച്ച് വർഗീയത പറയുന്നത് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അതിൽ 8 നിലയിൽ പൊട്ടി വീണ്ടും വർഗീയ വീഡിയോയുമായി പരാമർശവുമായി വീണ്ടും ഫേസ്ബുക്കിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് ചെയ്ത ഒരു വീഡിയോ, ഒരു വർഗീയമായി വേർതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോ നമുക്ക് കണ്ടുവരാം. അവർ ശശികല ടീച്ചറെ പരിഹസിക്കുന്നുണ്ട്. എന്റെ സുഡാപ്പികളെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുന്നത്? അമ്പലങ്ങളിൽ നിങ്ങളാണ് പറഞ്ഞത് പാട്ട് വേണ്ട എന്നുള്ളത്. അപ്പൊ ഞങ്ങളും പറയുന്നു നിങ്ങളെ ഈ പള്ളികളിൽ ബാങ്ക് വിളിയും വേണ്ട എന്നുള്ളത്. അത് ന്യായമായ ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയാം. നിങ്ങളാണ് ആദ്യം പറഞ്ഞത് എന്ത്, അമ്പലങ്ങളിൽ പാട്ടുകൾ വേണ്ട എന്നുള്ളത് ഭയങ്കര ശല്യമാണ് എന്നുള്ളത്. അപ്പൊ ഞങ്ങളും പറയുന്നു ഈ പള്ളികളിൽ ബാങ്ക് വിളി വേണ്ട എന്നുള്ളത്. അത് ന്യായമായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാം. ഓക്കെ. അപ്പോൾ അമ്മായിയുടെ വീഡിയോ കണ്ടല്ലോ. ഈ അമ്മായി ഈ വീഡിയോയിൽ പരമാവധി വർഗീയത കുത്തിവെക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ ഈ അമ്മായിയുടെ ഈ ഇത്തരം വീഡിയോകൾ വിലപ്പോകില്ല എന്ന് അമ്മായിക്ക് തന്നെ അറിയാം. എന്നാലും ഇതിൽ ഈ സംഖ്യയിൽ അത്രയും വർഗീയമായി ചിന്തിക്കുന്ന ചിലരെങ്കിലും ഇത് എന്താണ് എന്ന് അറിയാതെ ഈ അമ്മായിയുടെ തിരിപ്പിൽ വീഴും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൽ സത്യാവസ്ഥ എന്ന് ആ അമ്പലവുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നുണ്ട്. അത് ചെയ്ത ഈ മീഡിയ വണ്ണിലെ വാർത്ത ഒന്ന് കണ്ടുവരാം. മലപ്പുറത്തേക്കാണ്. അവിടെ എടവണ്ണ കൊളപ്പാട് ക്ഷേത്രത്തിലെ പാട്ടിനെതിരെ മുസ്ലിം ലീഗുകാർ മുദ്രാവാക്യം വിളിച്ചെന്ന പ്രചാരണം തള്ളി ക്ഷേത്ര കമ്മിറ്റി രംഗത്തെത്തി. ക്ഷേത്രത്തിലെ പാട്ടിനെതിരെ ലീഗുകാർ മുദ്രാവാക്യം വിളിച്ചു എന്നത് വ്യാജ പ്രചാരണമെന്ന് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ബിജു ഗോപിനാഥ് മീഡിയ വണ്ണിനോട്. മുദ്രാവാക്യം വിളിച്ചത് കോൺഗ്രസുകാരാണ്. ക്ഷേത്രവും സമീപവാസിയായ നമ്പൂതിരിയും തമ്മിലെ തർക്കമാണ് മുദ്രാവാക്യത്തിന് പിന്നിലെന്നും ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു. എടവണ്ണ പഞ്ചായത്തിലെ കൊളപ്പാട് വാർഡിലെ വിജയത്തിന് ശേഷം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ വിജയാഹ്ലാദത്തിലെ ഈ മുദ്രാവാക്യമാണ് വ്യാജ പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടത്. മലപ്പുറത്ത് മുസ്ലിം ലീഗുകാർ ക്ഷേത്രത്തിൽ പാട്ട് വേണ്ടെന്ന മുദ്രാവാക്യം വിളിക്കുന്നുവെന്നായിരുന്നു സംഘപരിവാർ പ്രചരണം. എന്നാൽ കൊളപ്പാട് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ബിജു ഗോപിനാഥ് സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: ഈ വിഷയത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആരും തന്നെ, ഈ പ്രദേശവാസികളായിട്ടുള്ള ആരും ഈ വിഷയത്തിലില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും മുസ്ലിം UDF സിന്ദാബാദ് എന്ന് വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത് മുസ്ലിം ലീഗിനും കൂടി ഈ വിഷയത്തിൽ പങ്കാളികൾ ഉണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയക്ക് തോന്നാനുള്ള കാരണം ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. സമീപവാസിയായ ജയൻ നമ്പൂതിരിയുമായുള്ള തർക്കമാണ് മുദ്രാവാക്യത്തിന്റെ പശ്ചാത്തലമെന്നും ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി വിശദീകരിക്കുന്നു. ക്ഷേത്രത്തിലെ പാട്ടിന്റെ ശബ്ദത്തിനെതിരെ പരാതി നൽകിയ ജയൻ നമ്പൂതിരി പറയുന്നത് ഇങ്ങനെ: അവിടുന്ന് വെക്കുന്ന ശബ്ദം അസാധ്യമായിട്ട് സഹിക്കാൻ വയ്യാതെയായി, ബുദ്ധിമുട്ടായപ്പോൾ നമ്മൾ ഇതേപോലെ പരാതികൾ കൊടുത്തു. പോലീസിന്റെ അടുത്ത്, DGP, കളക്ടർ, എല്ലാവരുടെ അടുത്തും കൊടുത്തു. മുദ്രാവാക്യം വിളിക്ക് പിന്നിൽ ലീഗുകാരോ മുസ്ലിങ്ങളോ അല്ല, ക്ഷേത്രത്തിന് മുന്നിലല്ല മുദ്രാവാക്യം വിളിച്ചതെന്നും ജയൻ നമ്പൂതിരി കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ അവിടെ മുദ്രാവാക്യം വിളിച്ചത് ഹിന്ദുസ് തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾ തന്നെയാണ്. മുസ്ലിം ലീഗ് എന്നൊരു സംഘടനയൊന്നും അവിടെ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. അവിടെ വിളിച്ച ആൾക്കാർ ഹിന്ദുസ് തന്നെയാണ്. എന്നാൽ ആ പ്രോഗ്രാം നടന്നിരിക്കുന്നത് 500 മീറ്റർ അപ്പുറത്തുള്ള ജംഗ്ഷനിലും ക്ഷേത്രം ഇപ്പുറത്തുമാണ്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. സംഭവത്തെ വർഗീയ പ്രചാരമാക്കിയതിന് പിന്നിൽ BJP എന്നാണ് പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. മലപ്പുറത്തുനിന്ന് യൂനിസ് അഹമ്മദിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, കോഴിക്കോട്. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകും. അസ്ലം, ഈ സംഭവത്തിന് പിന്നാലെ അതിന് വർഗീയതയുടെ മാനം നൽകി പരമാവധി വിദ്വേഷ പ്രചാരണം നടത്താൻ ചില ശക്തികൾ ശ്രമിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രതികരണം വരുന്നത്. ഈ പ്രതികരണത്തോടുകൂടി ഈ വിവാദം അവസാനിക്കണമെന്നാണ് അവരും ആഗ്രഹിക്കുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് ക്ഷേത്ര കമ്മിറ്റി പറയുന്നത്? സെയ്ഫുദ്ദീൻ, തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് പിന്നാലെ എടവണ്ണ കൊളപ്പാട് നടന്ന ഒരു വിജയാഹ്ലാദത്തിലെ മുദ്രാവാക്യം അത് വേറെ രീതിയിൽ വർഗീയമായി ചിത്രീകരിക്കുകയും തുടർന്ന് മലപ്പുറം ജില്ലയിൽ ഒരു ക്ഷേത്രത്തിൽ പാട്ട് വെക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നു. ആ അർത്ഥത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അവർ അഹങ്കരിക്കുന്നു എന്ന രീതിയിലേക്ക് സംഘപരിവാർ പ്രൊഫൈലുകൾ കേരളത്തിൽ ആദ്യം പ്രചരണം നടത്തി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദേശീയ തലത്തിൽ തന്നെ ഈ പ്രചരണം നടക്കുകയാണ്. നമ്മളെ പല ദേശീയ മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടർമാരും വിളിച്ച് എന്താണ് ഇത്തരം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അതായത് ദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ശരിക്കും ഇതിൽ ഒന്ന് ക്ഷേത്രത്തിന് സമീപത്തല്ല, ഈ ക്ഷേത്രത്തിന് മുന്നിലല്ല ഈ മുദ്രാവാക്യം വിളി നടന്നത്. അങ്ങാടിയിൽ
വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി നടന്നതിൽ 2-3 മുദ്രാവാക്യങ്ങൾ ഇതിന്റെ ഭാഗമായി വന്നു എന്നുള്ളതാണ്. അത് മുസ്ലിങ്ങളോ മുസ്ലിം ലീഗ് പ്രവർത്തകരോ അല്ല വിളിച്ചത്. അവിടുത്തെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ വിശ്വാസികൾ തന്നെയാണ് അതിൽ വിളിച്ചത്. അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ക്ഷേത്രവും അതിനടുത്ത് താമസിക്കുന്ന ജയൻ നമ്പൂതിരി എന്ന് പറയുന്നവരുമായി വസ്തു തർക്കമുണ്ട്. അത് സംബന്ധിച്ചുള്ള സിവിൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ആ ക്ഷേത്രത്തിൽ നിന്ന് വെക്കുന്ന പാട്ടിന്റെ ശബ്ദം കൂടുതലാണെന്ന് ആരോപിച്ചുകൊണ്ട് ജയൻ നമ്പൂതിരി പല സ്ഥലത്തും പോലീസിലും അതോടൊപ്പം തന്നെ കോടതിയിലൊക്കെ തന്നെ പരാതി നൽകിയും അങ്ങനെ ഒരു തർക്കം ഈ 2 ക്ഷേത്ര കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ഈ ജയൻ നമ്പൂതിരിയും തമ്മിലുണ്ട്. അതിൽ ഈ ക്ഷേത്ര കമ്മിറ്റിയിൽ BJPയും CPMന്റെയും പ്രവർത്തകർ വരുമ്പോഴാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ അവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസിൽ അതൊരു കക്ഷി ചേരുകയും ആ അർത്ഥത്തിൽ ആ വാർഡിൽ വിജയിച്ചപ്പോൾ അവർ ആ ആഹ്ലാദത്തിന്റെ ഭാഗമായി വിളിക്കുകയാണ് ചെയ്തത്. ശരിക്കും ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ പ്രശ്നമോ മുസ്ലിം ലീഗ് ഇടപെടേണ്ട പ്രശ്നമൊന്നും അതിലുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഇടപെട്ടില്ല. അതുകൊണ്ട് തന്നെ തികച്ചും തെറ്റായ പ്രചരണമാണ് വർഗീയ പ്രചരണത്തിന് കാരണമായി വരുന്നത്. ശരിക്കും മുസ്ലിം ലീഗ് അല്ലെങ്കിൽ അവിടുത്തെ മലപ്പുറം അവിടുത്തെ ക്ഷേത്രപാഠനത്തിലെ മുസ്ലിം ലീഗ് രംഗത്ത് വരുന്ന രീതിയിൽ ഒരുപാട് ഈ ഒരു വർഗീയ പ്രചരണത്തിന് ആവശ്യമായ ഘടകങ്ങളൊക്കെ വന്നതോടുകൂടി തന്നെ ദേശീയ തലത്തിൽ സംഘപരിവാറിന്റെ സൈബർ ഹാൻഡിലുകൾ വലിയ പ്രചരണത്തിലേക്ക് പോവുകയാണ്. ശരിക്കും വസ്തുത അതല്ല എന്ന് ആ ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ജയൻ നമ്പൂതിരി എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മറ്റൊരു പൂജാരിയും വളരെ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഇടവണ്ണ കൊളപ്പാട് ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രചരണം തികച്ചും വ്യാജമാണ്. അത് അവിടുത്തെ ഉള്ള പ്രാദേശിക പ്രശ്നമാണ്. അതിലേതെങ്കിലും പാർട്ടി മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ആ കാര്യത്തിൽ കക്ഷിയല്ല എന്നുകൂടി വളരെ വ്യക്തതയോടെ തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇതാണ് സത്യാവസ്ഥ. നിങ്ങൾ വാർത്ത കണ്ടല്ലോ. അപ്പോൾ ഈ അമ്മായിനെ പോലത്തെ ഈ ആളുകൾ ഇപ്പോൾ BJPയുടെ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അവരുടെ സ്ഥാനാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം സോഷ്യൽ മീഡിയയിൽ ഇത്തരം വർഗീയ പോസ്റ്റുകളും വർഗീയമായി പ്രചരിപ്പിക്കുന്നവരും ആണ് ഒരു 80-85% സ്ഥാനാർത്ഥികളും. അപ്പോൾ ഇവർ ഈ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് ഇത്തരം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.